ഹായ് മക്കളെ, പ്ലസ് വണ്ണിൻ്റെ ചാപ്റ്ററുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലേ. പക്ഷേ ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇങ്ങനെ കാണാറുണ്ട്, പ്ലസ് വണ്ണിൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു എന്ന്. ആദ്യത്തെ ചാപ്റ്ററുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാ? ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം. ഈ ചാപ്റ്ററുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ചാപ്റ്ററുകൾ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ബോർഡ് പരീക്ഷയ്ക്കാണെങ്കിലും അതെ, കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കാണെങ്കിലും അതെ, ഈ ചാപ്റ്ററുകളിൽ നിന്നെല്ലാം ന്യൂമറിക്കൽസ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പോൾ ന്യൂമറിക്കലുകൾ ചെയ്യുന്ന സമയത്ത് സ്റ്റക്കായി പോകുന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളുടെയും പരാതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് സ്റ്റക്കായി പോകുന്നത്? ന്യൂമറിക്കൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റാതെ പോകുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കുക എന്നതാണ് ഞാൻ ഈ പറഞ്ഞ ചാപ്റ്ററുകളിൽ നിന്നെല്ലാം സ്കോർ ചെയ്യാനുള്ള ഏറ്റവും മികച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ഇക്വേഷൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളെയും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് വരുന്നത് മോൾ കൺസെപ്റ്റിൽ നിന്നാണ്. മോൾ കൺസെപ്റ്റിൽ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻസ് നമുക്ക് തുടങ്ങാം. മക്കളെ, നമ്പർ ഓഫ് മോൾസ് കാണാൻ 3 ഇക്വേഷൻസ് എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം. ഒന്ന്, മാസിൻ്റെ ടേമിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണാം? അപ്പോൾ നമുക്കറിയാം ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 2, നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ ടേമിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണാം? എങ്ങനെയാ? ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ അവോഗാഡ്രോ നമ്പർ. മൂന്നാമത്തെ കാര്യം, ഓളിയത്തിൻ്റെ ടേമിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണാം? സോ ഓളിയം ഇൻ ലിറ്റർ ബൈ 22.4. പക്ഷേ ചിലപ്പോൾ ചോദ്യത്തിൽ ലിറ്ററിലല്ല ഓളിയം തരിക, മില്ലി ലിറ്ററിലായിരിക്കും ഓളിയം തരുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓളിയം ഇൻ മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 22,400 എന്ന് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ സെറ്റ് ഓഫ് ഇക്വേഷൻസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുനിന്ന് സ്ഥിരം ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ. രണ്ടാമത്തേത് നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ. രണ്ടിനും ഇക്വേഷൻസ് ഉണ്ട്. മക്കൾ നോക്കൂ, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്പർ ഓഫ് ആറ്റം ആയിരുന്നെങ്കിലോ, നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മളോട് കാണാൻ പറയുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഭാഗം ഇത് നമ്പർ ഓഫ് മോളിക്യൂൾ അല്ലേ? അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂളിനെ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് എല്ലാം നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. അതിലൊന്ന് മാസ് പേഴ്സൻറ്റേജ് കാണുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ കാണുന്ന ഇക്വേഷനാണ്. ഒരു മോളിക്യൂൾ തന്നിട്ട് അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ, മാസ് പേഴ്സൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? മാസ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ ഈസ് ഈക്വൽ ടു n ഇൻറ്റു അറ്റോമിക് മാസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്താണ് n എന്ന് പറഞ്ഞാൽ? n എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഓഫ് ആറ്റംസ്, ആ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇൻറ്റു ആ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്. മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് മാസ് പേഴ്സൻറ്റേജ് ആണല്ലേ, ഇൻറ്റു 100 വേണം, നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി അവസാനത്തെ ഇക്വേഷനിലേക്ക് പോകുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസാനത്തെ ഇക്വേഷൻ മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഇക്വേഷനാണ്. എങ്ങനെ നമ്മൾ മോളിക്കുലാർ ഫോർമുല കാണാം? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല അല്ലേ? എംപിരിക്കൽ ഫോർമുല കണ്ട് മോളിക്കുലാർ ഫോർമുല കാണണം. n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് മോൾസ് അല്ല കേട്ടോ. n എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. സോ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാൻ, ഓർത്തു വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളെയും ന്യൂമറിക്കൽസിനെയും നേരിടാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.